മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കാസർഗോഡ് BLOയ്ക്ക് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായ സംഭവത്തിൽ CPM ലോക്കൽ സെക്രട്ടറി അറസ്റ്റിൽ. ദേലമ്പാടി പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷനും ലോക്കൽ സെക്രട്ടറിയുമായ A. സുരേന്ദ്രനെയാണ് ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. BLO P. അജിത്തിന്റെ പരാതിയിലാണ് നടപടി. SIR ഫോം ശേഖരിക്കുന്നതിനായി എത്തിയ BLOയുമായി ഉണ്ടായ തർക്കമാണ് കയ്യേറ്റത്തിന് ഇടയാക്കിയത്. KB ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. ബൈജു, ഇന്നലെ ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. യാതൊരു പ്രകോപനവുമില്ലാതെ CPM ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ സുരേന്ദ്രൻ ഈ BLO അജിത്തിനെ കയ്യേറ്റം ചെയ്യുന്നു, അസഭ്യം പറയുന്നു. ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണോ ഈ CPM പ്രാദേശിക നേതാവിന് തിരിച്ചടിയായത്? അതെ ടോമേ, ഈ ദൃശ്യം വലിയ തോതിൽ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. വലിയ പ്രതിഷേധവും ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദൂർ പോലീസ് ഈ വിഷയത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അതോടൊപ്പം അസഭ്യം പറയൽ, ഇങ്ങനെ രണ്ട് വകുപ്പുകൾ ചേർത്താണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തതും ഇയാളെ അറസ്റ്റ് ചെയ്തതും പിന്നീട് ഇയാൾ റിമാൻഡ് ആകുന്നതും. ഇപ്പോൾ പുതുതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഇതിൽ ഒരു വകുപ്പ് കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും പുതുതായി നൽകാൻ വിവരം. പൊതുസേവകരെ അടിച്ചു പരിക്കേൽപ്പിക്കൽ എന്ന ഒരു ഗുരുതരമായ വകുപ്പ് കൂടി ഇതിൽ ഇപ്പോൾ ചേർത്തിരിക്കുന്നു എന്നതാണ് ഈ കേസിന് ഇപ്പോൾ പ്രത്യേകത ഉണ്ടാക്കുന്നത്. അതായത് നേരത്തെ തന്നെ BLOമാർക്ക് ഇത്തരത്തിൽ ജോലി സമ്മർദ്ദം, അതോടൊപ്പം വലിയ തോതിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ഇടയിൽ നിന്നുമുള്ള സമ്മർദ്ദം, അതോടൊപ്പം ഈ ഇവർക്കുള്ള ഈ ഭീഷണി, ഇത്തരത്തിലുള്ള ഭീഷണി, ഇതൊക്കെ ഇല്ലാതാക്കണം എന്ന ഒരു ആവശ്യം വലിയ തോതിൽ ഉയർന്നു വന്നിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജില്ലാ കലക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പൊതുസേവകരെ അടിച്ചു പരിക്കേൽപ്പിക്കൽ എന്ന ഒരു ഗുരുതരമായ വകുപ്പ് കൂടി ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണുള്ളത്. കാസർഗോഡ് സബ് ജയിലിൽ റിമാൻഡിലാണ്. ആദൂർ പോലീസാണ് ഇത് സംബന്ധിച്ച് കേസെടുത്തത്. പയറെടുക്ക വാർഡിലെ BLO P. അജിത്തിന്റെ പരാതിയിലാണ് ഈ കേസ്. ഈ ദൃശ്യം പുറത്ത് വന്നതോടുകൂടി വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് BLOമാർക്കിടയിൽ നിന്നെല്ലാം എങ്ങനെയാണ് ഈ ജോലി ഇത്തരത്തിൽ ചെയ്യാൻ പറ്റുക ഇങ്ങനെയാണെങ്കിൽ എന്ന ഒരു ചോദ്യം ഉയർന്നിരുന്നു. അതോടുകൂടിയാണ് ഇതിൽ ശക്തമായ നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടവും ഒപ്പം പോലീസും ഇപ്പോൾ തയ്യാറായിരിക്കുന്നതെന്ന് വേണം പറയാൻ. ഇത് പുഷ്പ എന്ന് പറയുന്ന ഈ വാർഡിലെ ഒരു പുഷ്പ എന്ന് പറയുന്ന ആൾക്ക് SIR ഫോം നൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്യുന്നതും അതോടൊപ്പം വലിയ തോതിൽ അസഭ്യം പറയുന്ന രീതിയിലേക്കുമുള്ള കാര്യങ്ങളിലേക്കും എത്തിയത്. ഇയാൾ CPM ലോക്കൽ സെക്രട്ടറിയാണ്, ദേലമ്പാടി പഞ്ചായത്ത് സ്ഥിരം കമ്മിറ്റി അംഗവുമാണ്. അത്തരത്തിലുള്ള ഒരാളിൽ നിന്നാണ് ഇങ്ങനെ ഒരു അക്രമം BLOക്ക് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വലിയ പ്രതിഷേധം ഉയർന്നത്. ബന്തെടുക്ക ബീവറേജ് കോർപ്പറേഷനിലെ LD ക്ലർക്കാണ് പരാതിക്കാരനായ അജിത്തിന് പയറെടുക്ക എന്ന് പറയുന്ന ഈ ദേലമ്പാടി പഞ്ചായത്തിലെ ബൂത്തിലെ ഈ ഒരു BLO ചുമതലയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ചുമതല ജോലിക്കിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം ഇയാൾക്ക് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മറ്റൊരു വകുപ്പ് കൂടി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ പുതുതായി ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. എന്തായാലും ഇയാളിപ്പോൾ റിമാൻഡിലാണ്, കാസർഗോഡ് സബ് ജയിലിൽ റിമാൻഡിലാണ്. പക്ഷെ ഇതിനകത്ത് ഈ BLOയ്ക്കെതിരെ CPM പരാതി നൽകിയിരുന്നോ? കാരണം അവിടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. അതേ തുടർന്നാണ് CPM ലോക്കൽ സെക്രട്ടറി മർദ്ദിക്കുന്നതെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. BLOയ്ക്കെതിരെ ഇവർ ഈ ലോക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ CPM നേതൃത്വം, പ്രാദേശിക നേതൃത്വം പരാതി നൽകിയിട്ടുണ്ടോ? ടോമെ, BLOക്കെതിരെ പരാതി ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിലും അത് രേഖാമൂലം പോലീസ് സ്റ്റേഷനിലേക്ക് അത്തരത്തിൽ പരാതിയൊന്നും നൽകിയിട്ടില്ല. കാരണം ആ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമാണ് ഈ അസഭ്യം പറയുന്നതും അതുപോലെ തന്നെ കയ്യേറ്റം ചെയ്യുന്നതും ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഈ ലോക്കൽ സെക്രട്ടറി കൂടിയായ സുരേന്ദ്രനാണ് ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്യുന്നത്. ആ ദൃശ്യമാണ് പുറത്തു വന്നത്. ഈ BLOയുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ ഇതിലൊരു വീഴ്ച കണ്ടെത്താൻ ജില്ലാ കളക്ടർ ഉൾപ്പെടെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ ജോലി കൃത്യമായി നിർവഹിച്ചു. പക്ഷെ അത് ഈ സുരേന്ദ്രന് ചെറിയ തെറ്റിദ്ധാരണ സംഭവിക്കുകയും അങ്ങനെ ഈ ഒരു ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്ന ഉണ്ടായെന്നാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത്. പ്രത്യേകിച്ച് അജിത്താണ് ഈ പരാതി നൽകിയിരിക്കുന്നത്, BLO ആണ് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. കൂടുതൽ കേസുകൾ ഇപ്പോൾ ആദൂർ പോലീസിൽ ഈ BLOക്കെതിരെ അങ്ങനെ ചുമത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. നേരത്തെ 2 വകുപ്പുകൾ മാത്രം ചുമത്തിയത്. അത് ഔദ്യോഗിക കൃത്യനിർവഹണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസഭ്യം പറയലും, ഈ 2 വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. പക്ഷെ അതിനും അപ്പുറം ഗുരുതരമായ ഒരു വകുപ്പ് കൂടി ഇതിൽ ചേർത്തു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. അത് ഒരു പക്ഷേ ഈ BLOമാർക്ക് ഇനി വരും ദിവസങ്ങളിൽ അവരുടെ ജോലി ചെയ്യുന്നതിൽ ഒരു ആത്മവിശ്വാസം കിട്ടുന്ന രീതിയിലാണ് പൊതുസേവകരെ അടിച്ചു പരിക്കേൽപ്പിക്കൽ എന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ആ വകുപ്പ് കൂടി ഇപ്പോൾ പുതുതായി ചേർത്തിട്ടുള്ളത്.
എന്തായാലും ശക്തമായ നടപടി ഇത്തരം BLO-മാർക്കെതിരെ ഇത്തരം വ്യക്തമാണ്. കെ വി ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് BLO-യെ കയ്യേറ്റം ചെയ്ത കേസിലാണ് CPM ലോക്കൽ സെക്രട്ടറിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്.